സമസ്ത കേരള ജമിയത്തിൽ വെക്കുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ വാഫിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? സമസ്ത ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം CIC അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിഖ് അതിന്റെ തലപ്പത്തുണ്ടാവില്ല, പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത് തങ്ങൾ. ഞാനതിന്റെ തലപ്പത്തുണ്ടാവില്ല. തങ്ങൾ ഇന്ന് പറഞ്ഞ വാക്കാണ്. സമദ് സാഹിബ് പ്രസംഗിച്ചു. ഇന്ന് രാവിലെ ഞാൻ സാദിഖ് അലി തങ്ങളെ കണ്ടിരുന്നു. ആ പ്രസംഗിക്കുന്ന രാവിലെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ 9 കാര്യം ഞാൻ CIC കൊണ്ട് അംഗീകരിപ്പിക്കും, ഇല്ലെങ്കിൽ സാദിഖ് അതിലുണ്ടാവില്ല, ആ CIC ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ആ വീഡിയോ എപ്പോഴും കാണാൻ നിങ്ങൾക്ക്. അതാ മുറ്റത്തുനിന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ മുറ്റത്ത് അതായിരുന്നു പറയേണ്ടിരുന്നത്. എന്തേ സാദിഖ് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ, നിങ്ങൾ എന്നോടൊരു വാക്കങ്ങനെ പറഞ്ഞിരുന്നല്ലോ, അത് നിങ്ങൾ പാലിക്കണ്ടേ, എല്ലാ നിലക്കും പാലിക്കണ്ടേ. നമ്മളൊരു മുസ്ലിം, സാധാരണ മുസ്ലിം ആണെങ്കിൽ തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണമല്ലോ. ഔഫു ബിൽ ഉഹൂദ് എന്നല്ലേ, കരാർ പാലിക്കണം എന്നല്ലേ. ആരോട് നമുക്ക് വിരോധമല്ല, എല്ലാവരും നന്നാവണം. എല്ലാവരും CIC ഞാൻ പറഞ്ഞു, CIC-യിലെ ഹക്കീം ഫൈസി അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെയും നമുക്ക് നന്നാക്കി തിരിച്ചെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായമാണ്. അയാളോടൊരു വിദ്വേഷം നമുക്കില്ല. ഈ സമസ്തയുടെ തീരുമാനത്തോടു കൂടെ നിൽക്കുക എന്നുള്ള ആ പാരമ്പര്യവും പൈതൃകവും അത് നിലനിർത്താൻ